ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് മസാല റെസിപ്പിയാണ് കേട്ടോ. നല്ല നാടൻ രീതിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് സാധനങ്ങളോ ടൈമോ ഒന്നും എടുക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമ്മളിതാ ഇതുപോലെ ഒരു ആവലാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ ഒരു ഫിഷ് തന്നെ വേണമെന്നില്ല, അയില വെച്ചിട്ടോ മത്തി വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. ചെമ്മീനായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മസാല ആകുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ, ഏത് ഫിഷാണെങ്കിലും. അപ്പം മീൻ ഏതായാലും കുഴപ്പമില്ല. നമ്മളിതുപോലെ വലിയ മീനൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡ് നന്നായിട്ട് വരഞ്ഞു കൊടുത്താൽ ഈ ഒരു മസാല അതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം നമ്മളിത് ആ രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ എത്തുന്ന വിധത്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 വറ്റൽമുളക് ഇട്ടെടുക്കാം, ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, മീഡിയം സൈസിലൊരു സവാള കേട്ടോ. ഇനി വലിയ സവാളക്ക് പകരമായിട്ട് നമുക്ക് കുഞ്ഞുള്ളി എടുക്കാം. ഒരു 5-6 കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കട്ടെ ഒന്നുകൂടി നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം, അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ സവാളയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മളത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി. ഒരുപാട് അങ്ങ് അരച്ചെടുക്കാനും പാടില്ല, എന്നാൽ വലിയ വലിയ പീസായിട്ട് ഉണ്ടാകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ടെടുക്കേ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണുകൾ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ സവാളയും ഇഞ്ചിയും നമ്മൾ ചുവന്ന മുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ സമയത്ത് ആ ഒരു പച്ചമണം, നമ്മൾ സവാളയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, ഇഞ്ചിയിലൊക്കെ, അതൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്തായിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് വാരിക്കോരി ഒരുപാടങ്ങ് പൊടിയൊന്നും ചേർക്കുന്നില്ല. അത്യാവശ്യം നമ്മൾ സാധാരണ കറികളൊക്കെ ചേർക്കുന്ന പൊടികൾ മാത്രം മതിയാവട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. സാധാ മുളക് ഇടാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം നമ്മളിതിലേക്ക് മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടികൾ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ പൊടിയൊക്കെ കരിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. അപ്പോൾ സംഭവം ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സ്മെല്ലും കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്, എന്നാൽ നല്ല വലുപ്പമില്ല കേട്ടോ. ആ രീതിക്ക് വേണം നമ്മൾ സാധാരണ മുളകിട്ട കറിയിലേക്ക് കട്ട് ചെയ്തിട്ടിരുന്ന ആ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ തക്കാളി ഇതിലേക്ക് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം, ആവശ്യമുള്ള വെള്ളവും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 കപ്പ് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ, ചൂടുവെള്ളം ഇല്ല കേട്ടോ, സാധാരണ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടും സിമ്പിളായിട്ട് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ അസുഖം കാര്യമൊക്കെ ആയിട്ട് മടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നും മുമ്പോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക്
ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മളെ ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഫിഷൊക്കെ നന്നായിട്ട് വെന്തതാ, മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. കുറച്ച് സമയമാകുമ്പം 1 മിനിറ്റൊക്കെ ആകുമ്പം ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് മസാലയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുവേ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറോ ചപ്പാത്തിയോ ദോശയോ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഷ് ചെയ്താലും ഈ ഒരു മസാല റെഡിയാക്കി തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.